ഹായ് ഫ്രണ്ട്സ്, ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ആദ്യം ഓർമ്മ വരുന്നത്? ഓക്കെ, അക്കുസേട്ടനെയും ഈ മുട്ടയും കാണുമ്പോഴോ? പറഞ്ഞു വരുന്നത് ഹിമാലയൻ തീരങ്ങളിൽ നിന്നും ബ്രിട്ടീഷ് ചരിത്രത്തിലേക്ക് നടന്നു കയറിയ കുറേ പോരാളികളുടെ കഥയാണ്. വർഷം 1815. ബ്രിട്ടനും നേപ്പാളും തമ്മിൽ നടന്ന ആംഗ്ലോ നേപ്പാളീസ് വാർ. തങ്ങളോട് പോരാടിയ നേപ്പാളി സൈനികരുടെ അസാമാന്യ ധൈര്യവും അത്രയും ബുദ്ധിമുട്ടായൊരു ഭൂപ്രദേശത്തും യുദ്ധം ചെയ്യാനുള്ള അവരുടെ നൈപുണ്യവും കണ്ട് ബ്രിട്ടീഷുകാർ അമ്പരന്നു. ഇതെങ്ങനെ തങ്ങൾക്ക് ഗുണകരമാക്കാമെന്ന് അവരാലോചിച്ചു. അങ്ങനെ ഗൂർഖ റെജിമെന്റ് എന്ന പേരിൽ ഒരു പുതിയ സൈനിക വിഭാഗം തന്നെ സൃഷ്ടിച്ച് ആ നേപ്പാളി സൈനികരെ ബ്രിട്ടൻ തന്റെ ആർമിയുടെ ഭാഗമാക്കി. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടന്റെ ആർമിയുടെ ഭാഗമായി 2,00,000-ലധികം ഗൂർഖകൾ സേവനമനുഷ്ഠിച്ചു എന്നാണ് കണക്ക്. രണ്ടാം ലോക മഹായുദ്ധത്തിലാകട്ടെ അത് 2,50,000-ൽ കൂടുതലാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഗൂർഖ റെജിമെന്റുകൾ രണ്ടായി വിഭജിക്കപ്പെട്ടു. ഒന്ന് ബ്രിട്ടീഷ് ആർമിക്കൊപ്പവും മറ്റൊന്ന് ഇന്ത്യൻ ആർമിക്കൊപ്പവും ചേർന്ന് അവരുടെ സേവനം തുടർന്നു. കാര്യം ബ്രിട്ടന് വേണ്ടിയാണ് സൈനിക പോരാട്ടം നടത്തുന്നതെങ്കിലും ഒരിക്കലും ഗൂർഖ സൈനികർക്ക് ബ്രിട്ടനിൽ ജീവിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. യുദ്ധം നടക്കുന്ന സമയങ്ങളിൽ സൈനിക താവളങ്ങളിലും അത് കഴിയുമ്പോൾ തിരിച്ച് നേപ്പാളിൽ കുടുംബത്തോടൊപ്പവും അവർ ജീവിച്ചു പോന്നു. പിന്നെ എങ്ങനെയാണ് ഇന്ന് ഏകദേശം 1.5 ലക്ഷത്തോളം നേപ്പാളികൾ UK-യിലുള്ളത്? ഈ ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. UK-യിലെ സറി കൗണ്ടിയിലുള്ള ആൽഡർഷോട്ട് എന്നൊരു ചെറിയ ടൗണിലേക്ക്. ഹോം ഓഫ് ദി ബ്രിട്ടീഷ് ആർമി എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത്. നമ്മൾ ഈ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ആർമി ക്യാമ്പിന്റെ ഏരിയയിലൂടെയാണ്. പലപ്പോഴും ഈ ഏരിയയിൽ റൈഫിൾ ട്രെയിനിങ്ങിന്റെ ശബ്ദമൊക്കെ കേൾക്കാറുണ്ട്. നിരനിരയായി നിർത്തിയിട്ടിരിക്കുന്ന ആർമി ട്രക്കുകളൊക്കെ ഇവിടെ നിന്നാൽ കാണാം. ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല, പെർമിഷൻ ഇല്ല. നമ്മൾ ആൽഡർഷോട്ട് ടൗണിലെത്തി. ഒരു കുഞ്ഞു ടൗണാണ്. ഈ കെട്ടിടം കണ്ടോ? ഇതൊരു പോസ്റ്റ് ഓഫീസ് ആണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുമോ? UK-യിലെ ഒരു മിനി നേപ്പാളാണ് ഈ കൊച്ചു ടൗൺ. പരമ്പരാഗത രീതിയിലുള്ള നേപ്പാളി രുചികൾ വിളമ്പുന്ന ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഇവിടെ. അത്തരത്തിലൊന്നിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഒരു ട്രഡീഷണൽ നേപ്പാളി മണവാട്ടിയുടെ രൂപമാണ് ഈ കാണുന്നത്. ഈ ജ്വല്ലറി ഷോപ്പിന് മുന്നിൽ ഇങ്ങനെ അണിയിച്ചൊരുക്കി നിർത്തിയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെ ചെറിയ ഫാൻസി ഷോപ്പുകൾ ധാരാളമുണ്ട്. നമുക്ക് ഇന്ത്യക്കാർക്കും ഇത് വലിയൊരു ഗുണമാണ്. ഇവിടെ വന്നാൽ നമുക്ക് വേണ്ടത് എന്തും വാങ്ങാൻ കിട്ടും. സാരി ബ്ലൗസുകൾ റെഡിമെയ്ഡ് വേണമെങ്കിൽ അതും കിട്ടും. തയ്ക്കണമെങ്കിൽ അവരോട് തയ്ച്ചും തരും. അതുപോലെ ഇഷ്ടംപോലെ ഫാൻസി സാരികളും പട്ടുസാരികളും ഒക്കെ ഇവിടെ ലഭ്യമാണ്. ഗൂർഖ റെജിമെന്റിൽ നിന്നും വിരമിക്കുന്ന സൈനികർ അവരുടെ നാട്ടിലേക്ക് മടങ്ങി പോകണമായിരുന്നു. ബ്രിട്ടൻ നൽകുന്ന ആർമി പെൻഷനും പറ്റി അവർ നേപ്പാളിൽ ജീവിച്ചു പോന്നു. 2009 മുൻ സൈനികർക്കും അവരുടെ കുടുംബത്തിനും ബ്രിട്ടനിൽ സ്ഥിരതാമസം നൽകാൻ സർക്കാർ തയ്യാറാകുന്നത്. സ്വന്തം ജീവിതത്തിന്റെ നല്ലൊരു ശതമാനം കഴിഞ്ഞെങ്കിലും മക്കളുടെ ഭാവിയെ കരുതി ഒരുപാട് മുൻ സൈനികർ ബ്രിട്ടനിലേക്ക് കുടിയേറി. അത്തരത്തിൽ 3 തലമുറയോളം വരുന്ന നേപ്പാളി കുടുംബങ്ങൾ ഇന്ന് ഈ ആൽഡർഷോട്ടിലുണ്ട്. ഇന്നും ബ്രിട്ടീഷ് ആർമിയിൽ സേവനമനുഷ്ഠിക്കുന്നവരും അക്കൂട്ടത്തിൽപ്പെടും. റോയൽ ഗൂർഖ റൈഫിൾസ് എന്നത് ഇപ്പോഴത്തെ ഒരു ഗൂർഖ റെജിമെന്റ് ആണ്. ജീവിതത്തിന്റെ സായാഹ്നത്തിൽ നടന്ന ഒരു കുടിയേറ്റമായതുകൊണ്ട് തന്നെ പ്രായം ചെന്നവരെല്ലാം അവരുടെ പരമ്പരാഗതമായ വസ്ത്രരീതി തന്നെയാണ് ഇവിടെയും തുടരുന്നത്. ഈ കാണുന്നതെല്ലാം അത്തരത്തിലുള്ള സ്വെറ്റേഴ്സ് ആണ്. പ്രായമായ ആളുകൾക്ക് തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള പലതരം ആക്സസറീസ് ഇവിടെ കാണാം. സാരിയുടെ കളറിനൊക്കെ മാച്ചാകുന്ന രീതിയിലുള്ള സ്വെറ്റേഴ്സും കാർഡിഗൻസും ഒക്കെ ഇവിടെ കാണാനുണ്ട്. നേപ്പാളി പുരുഷന്മാർ ഉപയോഗിക്കുന്ന പ്രത്യേകതരം മുണ്ടിന്റെ കളക്ഷനാണിത്. മുതിർന്നവർ പാരമ്പര്യത്തെ മുറുകെ പിടിക്കുമ്പോഴും യുവാക്കൾ ബ്രിട്ടനിലെ സംസ്കാരത്തോട് ഇഴുകിച്ചേരുന്നു. വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകുന്നവരാണ് നേപ്പാളി കമ്മ്യൂണിറ്റി. ആൽഡർഷോട്ടിലെ ഒരു പച്ചക്കറി ചന്തയുടെ കാഴ്ചയാണ് ഈ കാണുന്നത്. തിരിച്ചുള്ള യാത്രയിൽ ഒരിടത്ത് കയറാമെന്ന് വെച്ചു. മനോഹരമായൊരു പാർക്കാണെന്ന് വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കോമൺവെൽത്ത് യുദ്ധങ്ങളിൽ മരണപ്പെട്ട സൈനികരെ അടക്കിയിട്ടുള്ള ഒരു മിലിറ്ററി സെമിത്തേരിയിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത്. ബ്രിട്ടീഷ് സൈനികരും ഗൂർഖ സൈനികരും കോമൺവെൽത്ത് രാജ്യങ്ങളിൽ നിന്നുള്ളവരുമൊക്കെ ഇതിൽ ഉൾപ്പെടും. 2 ലോക മഹായുദ്ധത്തിലും ജീവൻ വെടിഞ്ഞവർക്കുള്ള ഒരു മെമ്മോറിയൽ ആയിട്ടാണ് ഇവിടം സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. ഈ സെമിത്തേരിക്കകത്തുള്ള ഒരു ചെറിയ ചാപ്പലാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിനകം മുഴുവനും നമുക്ക് നടന്നു കാണാം, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാം. വളരെ വലിയൊരു ഏരിയയാണ്. ഒരു പബ്ലിക് പാർക്ക് പോലെ നല്ല വൃത്തിയായും ഭംഗിയായും സംരക്ഷിച്ചിരിക്കുന്നു. കാണാൻ ഭംഗിയുള്ള ഒരുപാട് മരങ്ങളും ചെടികളും പൂക്കളും ഒക്കെ ഇവിടെയുണ്ട്. ഇതിപ്പോൾ ഒരു മിലിറ്ററി സെമിത്തേരി ആയതുകൊണ്ട് മാത്രമല്ല കേട്ടോ. പൊതുവെ UK-യിൽ
നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളികളുടെ ചുറ്റും ഇതുപോലെ അത്ര തന്നെ പഴക്കമുള്ള സെമിത്തേരികൾ കാണാം. ഇപ്പോഴത്തെ കാലത്ത് ആരെയും അവിടെയൊന്നും അടക്കം ചെയ്യുന്നില്ലെങ്കിലും അതൊക്കെ ഇപ്പോഴും വളരെ വൃത്തിയായും ഭംഗിയായും സംരക്ഷിക്കപ്പെടുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ അങ്ങനെയുള്ള പല സെമിത്തേരികളും റോഡിന്റെ സൈഡിൽ കാണാം. ഒരു സുഹൃത്തിന്റെ വാക്കുകൾ കടമെടുത്താൽ, ചത്ത് കിടക്കുകയാണെങ്കിൽ ഇതുപോലുള്ള സ്ഥലത്ത് കിടക്കണം, എന്താ സെറ്റപ്പ് എന്ന് തോന്നിപ്പോകും. എല്ലാവർക്കും ആൽഡർഷോട്ടിലെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.